അപർണയിലേക്ക്. അപർണ, ഏതായാലും മടങ്ങിയെത്താൻ സാധിച്ചു, അതിൻ്റെ ഒരു സമാധാനം ഉണ്ടാകും. പക്ഷേ ഇനി ഭാവി എന്ത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ആരെങ്കിലുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നോ? ഇപ്പോൾ നിങ്ങൾ പഠിച്ച കോളേജിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ അവസ്ഥ എന്താണ്? ഞാനിപ്പോ മടങ്ങിയെത്തിയിട്ട് ഒരാഴ്ചയാകുന്നു. നമ്മളോട് യൂണിവേഴ്സിറ്റി അവിടുത്തെ ഏജന്റിൽ നിന്നൊക്കെ ഇൻഫർമേഷനും ഡീനിൽ നിന്ന് ഇൻഫർമേഷൻസും വരുന്നുണ്ടോ. അവരെല്ലാം ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മളോട് മാർച്ച് 15-ന് നമുക്കൊരു ഇൻഫർമേഷൻ തരും. ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് എല്ലാം ഇൻഫർമേഷൻ തരുമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളോട് പറഞ്ഞു മാർച്ച് 21 തൊട്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അറിയൂല ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ആകുമോ എന്താണെന്ന് അറിയൂല. യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥയൊന്നും നമുക്ക് ഇപ്പോൾ അറിയത്തില്ല, എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി എന്നൊന്നും. പക്ഷെ നമ്മളുടെ ഡീന് മെസ്സേജ് ഇടുന്നുണ്ട് നമുക്ക്. പിന്നെ അതുമല്ല അവിടുത്തെ നമ്മളുടെ ഏജൻസിയുടെ ഹെഡും നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട്, ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടരാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. നിങ്ങളുടെ ഈ സെമസ്റ്റർ, ഇപ്പൊ 6th സെമസ്റ്റർ ആണ്, നമ്മുടെ ഈ സെമസ്റ്റർ അവരെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ എഡ്യൂക്കേഷൻ അവര് കൈയൊഴിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ല, അതിലൊരു വിശ്വാസമുണ്ടോ? കാരണം ആശങ്കയ്ക്ക് വകയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. കാരണം യുദ്ധം ഇന്നും വലിയ തോതിൽ തുടരുകയാണ്, റഷ്യൻ അധിനിവേശം അത്തരത്തിൽ അവിടെ പുരോഗമിക്കുന്നുമൊക്കെയുണ്ട്. നിങ്ങൾക്ക് എന്ന് മടങ്ങി പോകാൻ സാധിക്കും? ഈ ഓൺലൈൻ ക്ലാസ്സുകൾ എത്രനാൾ തുടരാനാകും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളില്ലേ മുന്നിൽ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഓൺലൈൻ ക്ലാസ് കൂടിപ്പോയ ഈ ഒരു സെമ്മും കൂടെ ഓൺലൈൻ കണ്ടിന്യൂ ചെയ്താലും ഇനി വരുന്ന വർഷം ഇപ്പോഴും യുദ്ധം ഇതുവരെ തീർന്നിട്ടില്ല. ഇനി അങ്ങോട്ട് യുദ്ധം കടുക്കുന്നതായിട്ടാണ് എനിക്കൊരു തോന്നലായിട്ട് തോന്നുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ചാൻസസ് കുറഞ്ഞു വരികയാണ്. ഇനി യുദ്ധം തീർന്നാലും അവിടെ വൻ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം റിക്കവർ ആയി വന്നിട്ട് നമ്മളുടെ നോർമൽ ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങാൻ നല്ല സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പകുതിക്ക് വെച്ച് നിൽക്കുകയാണ്. 6th സെമ്മ് കയറിയതേ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് ഈ സെമ്മ് ഓൺലൈനായിട്ട് കിട്ടിയാലും അടുത്ത സെമ്മ് ഓഫ്ലൈൻ കിട്ടിയാലും നല്ലതായിരിക്കും. പക്ഷെ അറിയൂല, അടുത്ത സെപ്റ്റംബറിലാണ് ഞങ്ങളുടെ 4th ഇയർ തുടങ്ങുന്നത്. അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. അതേകൂടി ഞങ്ങൾക്ക് 3rd ഇയറിലെ മെയിൻ ഒരു എക്സാം ആണ് ക്രോക്ക് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അവിടുത്തെ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈയും വരുന്നില്ല. 3rd ഇയറും 6th ഇയറുകാർക്കാണ് അവിടെ മെയിൻ ആയിട്ട് എക്സാംസ് ഉള്ളത്. ഈ 2 വർഷമാണ് ക്രോക്ക് എന്ന് പറഞ്ഞ എക്സാം ഉള്ളത്. അപ്പം നമുക്ക് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ക്രോക്ക് ജൂൺ ലാസ്റ്റ് ആണ് ക്രോക്ക് നടക്കേണ്ട ഒറിജിനൽ ടൈം. അത് ഈ സാഹചര്യത്തിൽ എന്തായാലും നടക്കത്തില്ല. അപ്പൊ അത് മുന്നോട്ട് പോകും. അപ്പം 4th ഇയറിലെ ക്ലാസ്സസ് എങ്ങനായിരിക്കും എന്നൊന്നും ഒരു വ്യക്തതയില്ല. ഈ യുക്രൈനിൽ നിങ്ങൾക്ക് മടങ്ങിയെത്തി പഠനം തുടരാനുള്ള ഒരു സാഹചര്യം ഒരു പക്ഷേ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടായില്ല എങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള മറ്റു വഴികൾ, ഓൾട്ടർനേറ്റീവ്സ്, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ഈ കൂട്ടുകാരോടൊക്കെ ആലോചിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ പഠനം തുടരാനാവുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? ഇപ്പം വേറെ നമ്മളുടെ ഫ്രണ്ടിൽ ഒരു ഓപ്ഷൻ, ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ന്യൂസ് കിട്ടി. അതുപോലെ തന്നെ വേറെ കൺട്രീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നും പറയുന്നു. പക്ഷെ അതിനകത്തുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവില്. ഒരേ യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ച് 1st ഇയർ തൊട്ട് 6th ഇയർ വരെ ഒരേ യൂണിവേഴ്സിറ്റി തന്നെ പഠിച്ച് കണ്ടിന്യൂ ചെയ്ത് ഇറങ്ങിയാല് ഇവിടെ ഒരു വിലയുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നല്. ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ഹംഗറി, പോളണ്ട്, ഇറ്റലി, നെതർലാൻഡിലോട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അത് ഇന്ത്യ അംഗീകരിക്കുമോ എന്ന് അറിയത്തില്ല. കാരണം 3rd ഇയർ വരെ ഉക്രൈനിൽ പഠിച്ചിട്ട് 4th, 5th, 6th ഇയർ നെതർലാൻഡ്, ഇറ്റലി അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്കിവിടെ തിരിച്ചു വന്നിട്ട് ജോലി ചെയ്യാനും അതേകൂട്ട് എക്സാംസ് എഴുതാനും ഉള്ള സാഹചര്യം പറ്റുമോ എന്നും, പിന്നെ അതേകൂട്ട് ഈ ചൈനയിൽ കൊറോണ ടൈം ആയപ്പോൾ ഓൺലൈൻ ക്ലാസ് അത് ഇന്ത്യ ഇതെടുത്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. ഓൺലൈൻ ക്ലാസ് മെഡിസിൻ എന്ന് പറയുമ്പോഴേ ഓൺലൈൻ ക്ലാസ് കൊണ്ട് പറ്റത്തില്ല, പ്രാക്ടിക്കലും എല്ലാം വേണ്ടതാണ്. അപ്പം ഓൺലൈൻ ക്ലാസ് കൊണ്ട് അത് ഇന്ത്യ അപ്രൂവൽ ചെയ്യുമെന്നും തോന്നുന്നില്ല. പിന്നെ അതേകൂട്ട് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇപ്പം ഫേസ് ചെയ്യാൻ വരുന്നത്. കാരണം നമ്മൾ ട്രാൻസ്ഫർ അടിച്ചാൽ കഴിഞ്ഞാലും വേറെ കൺട്രിയിൽ നമ്മൾ പകുതി 3rd ഇയർ വരെ ഒരു കൺട്രി, ബാക്കിയുള്ള 3 വർഷം വേറെ കൺട്രിയിലോട്ടായി പോവുമല്ലോ.
അതിവിടുത്തെ എന്തെങ്കിലും കുഴപ്പം വരുമോ? അതുപോലെ ഓൺലൈൻ ക്ലാസ് ഇപ്പം നമ്മളുടെ അവിടെ ഉക്രൈൻ തന്ന ഇൻഫർമേഷൻ വെച്ച് ഓൺലൈൻ ക്ലാസ് തുടങ്ങുവാണെങ്കിൽ അതിവിടെ അംഗീകരിക്കുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ആ കുട്ടികൾക്ക് മുന്നിലുണ്ട്. കാരണം 5ാം സെമസ്റ്റർ വരെ പഠിച്ച് ഇപ്പോൾ യുദ്ധം കാരണം തിരിച്ച് വരേണ്ടി വന്ന വിദ്യാർത്ഥിനി അപർണയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ,